നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് ആട്ടോ. കാര്യമായിട്ടൊന്നും ലൈവിൽ നടക്കുന്നില്ലെങ്കിൽ കൂടി ചെറിയൊരു സംഗതി നടന്നത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ എല്ലാ കൺഫെഷൻ റൂമിലെത്തിയിട്ട് ആ വഴി പുറത്തേക്ക് പോകാനൊരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം കേട്ടോ. സായിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യ. കാരണം വെച്ചാൽ ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഡിസ്കിന് അല്ലെങ്കിൽ ബാക്കിനൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റ് പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് ആ ഒരു അസുഖമുള്ളതുകൊണ്ടാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ എന്നാലും ഒക്കെ ആണെങ്കിൽ കൂടി ഇന്നിപ്പോൾ സായി വയ്യാണ്ട് തന്നെ ആയിരിക്കണം. സായി ഇന്ന് കൺഫെഷൻ റൂമിൻ്റെ മുന്നിൽ ചെന്ന് കുറച്ച് നേരം ആ ക്യാമറയോട് സംസാരിച്ചതിന് ശേഷം ബിഗ് ബോസ് സായിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം സായി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് ആസ് യൂഷ്വൽ ബിഗ് ബോസിൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഒരു കുഴപ്പമില്ല, ഇത് ഇത്രയും ദിവസത്തോടെ അടുക്കുകയാണ്, 70th ഡേയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ സൂപ്പറാണ്, നീ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ധൈര്യം പരിപാടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി സായിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് സംശയം തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സായിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഉണ്ടോ എന്നൊരു സംശയം. കാരണം എന്താ വെച്ചാൽ ഏകദേശം ബിഗ് ബോസ് മടുത്തു. കാരണം ബിഗ് ബോസിന് ഇപ്പോൾ സായിക്ക് പ്രത്യേകിച്ച് ഒരു കോണ്ടൻറ്റ് ഡെലിവറി ചെയ്യാൻ കഴിയുന്നില്ല. ഇനി നിന്നിട്ട് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ സായിയുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ. സായിനെ അങ്ങനെ ഒഫൻഡ് ചെയ്ത് പറയല്ല, ഓരോരുത്തർക്ക് ഓരോ പോലെയാണ്. അപ്പോൾ സായി അത്യാവശ്യം സായിയുടെ മാക്സിമം രീതിയിൽ തന്നെ ആരെയും വെറുപ്പിക്കാതെ ഇമേജ് കോൺഷ്യസ് ആയി പുറത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവനൊരു ലോകം ഉണ്ട് എന്നുള്ളതും അവനെ ഇവിടുന്ന് നമ്മൾ വിട്ടിട്ട് പോയിട്ടുള്ളൊരു ജീവിതം ഉണ്ട് എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പ്ലേ ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്ക് സായിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. സായി അതേ ഒരു സംഗതി തന്നെ വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് ഇമേജ് കോൺഷ്യസ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ പുറത്തൊരു ജീവിതമുള്ള കാര്യം കൊഞ്ഞാട്ടേണ്ട സിറ്റുവേഷൻ വരാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ സായിയുടെ ഭാഗത്തുനിന്ന് ഒരു രക്ഷപ്പെടൽ സ്ട്രാറ്റജി അവിടെ ഉണ്ടോ എന്ന് ജസ്റ്റ് എനിക്കൊരു സംശയം തോന്നി. പക്ഷേ ബിഗ് ബോസ് സമ്മതിച്ചിട്ടില്ല. ബിഗ് ബോസ് സായിനെ അതേപോലെ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ടായത്. കാരണം പണ്ട് പവൻ്റെ ഒരു കേസ് ഇതേമാതിരി ഉണ്ടായി അല്ലേ. സാറിൻ്റെ സീസണിൽ പവൻ വന്ന് പിന്നെ ബാക്ക് പെയിൻ തന്നെ ഇറങ്ങിപ്പോലും ഉണ്ടായത്. എന്താണോ അതുപോലെയാണോ എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ സായിക്ക് ബാക്ക് പെയിൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഷുവർ തന്നെയാണ്. ഏതായാലും ഇറങ്ങിപ്പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തിരിച്ച് മറ്റേ കുടുംബമൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് മൂപ്പര്. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രമാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ തരാം. ടേക്ക് കെയർ.